കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 25 ദിവസങ്ങളിലധികം നീണ്ടുനിന്ന പുതിയുഗ യാത്ര സമാപനമാവുകയാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കമാവുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത്. ഇപ്പോൾ 24 ചേരുകയാണ്. എന്താണ് ഇനി 30 ദിവസം നീണ്ടുനിന്ന പുതിയുഗ യാത്ര അവസാനിക്കുകയാണ്. സമാപന സമ്മേളനം പ്രിയങ്കരനായ കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയുഗ യാത്ര മാത്രമല്ല, കേരളത്തിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പ് ലോഞ്ചിങ് കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. അതോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളാവും എല്ലാവരും, പ്രവർത്തകർ നേതാക്കളും എല്ലാം വളരെ വാശിയോടുകൂടിയാണ്. ഈ യാത്ര നൽകിയൊരു ആവേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട്. കാരണം ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായ ഒരു വലിയ ജനപ്രളയമായിരുന്നു ഈ യാത്രയിലുടനീളം ഉണ്ടായത്. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ വലിയ 10,000-കണക്കിന് വോട്ടിന് തോറ്റ കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിൽ പോലും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ജനക്കൂട്ടമായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മത്സരിച്ചായിരുന്നു ഓരോ ജില്ലയിലും ഈ പരിപാടി നടത്തിയത്. കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത അത്രയും വലിയ ജനങ്ങളുടെ പങ്കാളിത്തം, ജനപങ്കാളിത്തം, അതിൽ ചെറുപ്പക്കാരും സ്ത്രീകളും ധാരാളമായി പങ്കെടുത്തു. പിന്നെ ഞങ്ങൾ ജാഥയിലുടനീളം രാഷ്ട്രീയം മാത്രമല്ല പറഞ്ഞത്, ഭാവി കേരളത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ ഗവൺമെൻറ് എവിടെയെല്ലാം പരാജയപ്പെട്ടു അവിടെയെല്ലാം ഞങ്ങൾ കേരളത്തെ പുനർനിർമ്മിക്കും. അതിനുള്ള കൃത്യമായ പ്രഖ്യാപനങ്ങളല്ല, കൃത്യമായ പരിപാടികൾ, പദ്ധതികൾ, വിദഗ്ധരായ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് തയ്യാറാക്കിയ ഒരു ഓൾട്ടർനേറ്റീവ്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇത്ര കൃത്യമായ തയ്യാറെടുപ്പോടുകൂടി ഗ്രഹപാഠം ചെയ്ത് എന്ത് ചെയ്യും എന്നുള്ള കൃത്യതയോടുകൂടി പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട്. യാത്രയുടെ തുടക്കത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടാവും, അത് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന് തോന്നുന്നത്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽ അപ്പുറത്തേക്ക് പോയി യാത്ര. നമുക്കൊരു കണക്കുകൂട്ടലുണ്ടാവുമല്ലോ, ഇത് ഇത്രമാത്രം ആളുണ്ടാവും, ഇത്രമാത്രം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഈ നമ്മുടെ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ പറ്റും. ഇത് പ്രവർത്തകരെ മാത്രമല്ല, ജനങ്ങളെ ആവേശഭരിതരാക്കിയിട്ടാണ് പോകുന്നത്. കാരണം UDF പ്രവർത്തകരുടെ അപ്പുറത്തേക്കുള്ളൊരു ജനസഞ്ചയം ഇതിൽ പങ്കെടുത്തു. പിന്നെ പൊതു രീതിയിൽ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആളുകൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള ഇതുണ്ടായി. പണ്ട് അതില്ലായിരുന്നു. ചിലപ്പോൾ ആളുകളൊക്കെ ഇറങ്ങിപ്പോവും. ഇതല്ല, ആളുകൾ അവസാനം വരെ എന്താണ് നമ്മൾ പറയുന്നത്, പുതിയ പുതിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ പുതിയ കാര്യങ്ങൾ, വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു സ്വീകാര്യത എന്ന് പറയുന്നത്, അത് പറഞ്ഞ എന്നെപ്പോലും വിസ്മയിപ്പിച്ചു സത്യത്തിൽ. അതുപോലെ ഈ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും ചില സമയത്ത് വി ഡി സതീശന് ചില നിർദ്ദേശങ്ങളൊക്കെ പ്രവർത്തകർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകർക്കുള്ളിൽ തന്നെ ഒരു ആവേശം ഉണ്ടാക്കാനും ഒരു ഒത്തൊരുമ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ടോ യാത്ര? ഉറപ്പായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പുകളൊക്കെ ആയിരുന്നു അല്ലേ, ഇപ്പോൾ ഗ്രൂപ്പില്ലേ? ഇപ്പോൾ ആ ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ യാത്രയിൽ ഗ്രൂപ്പുകളൊക്കെ എല്ലാം അപ്രസക്തമായി. എല്ലാവരും UDF എന്ന് പറയുന്നത് ടീം UDF ആയിട്ടാണ് നിന്നത്. അത് കോൺഗ്രസിലും എല്ലാ ഘടകകക്ഷികളിലും. പണ്ട് UDF പരിപാടി നടക്കുമ്പോൾ ചിലപ്പോൾ അത്രയും ശക്തമാവില്ല പരിപാടി, പാർട്ടികൾ പരിപാടി നടത്തുമ്പോൾ ശക്തമാവും. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ടീം UDF എന്ന് പറയുന്ന ഒരു വികാരം ഭയങ്കരമായി ഒരു പാർട്ടിയെ പോലെയാണ് UDF പ്രവർത്തിക്കുന്നത്. മത്സരിച്ചാണ് എല്ലാവരും ഈ ആളുകളെ എത്തിക്കുന്നതും ആളുകളെ കൊണ്ടുവരുന്നതും ആളുകൾ വരുന്നതും. സംഘാടകർ തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ കഷ്ടപ്പെട്ട രീതിയിലൊന്നുമല്ല ആളുകൾ വന്നിരിക്കുന്നത്, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ് ആളുകൾ വന്നിരിക്കുന്നത് എന്ന് സംഘാടകരായിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു. അപ്പോൾ അതൊരു വലിയ മാറ്റത്തിൻ്റെ, കൃത്യമായ വലിയ തോതിലുള്ള മാറ്റത്തിൻ്റെ സൂചന തന്നെയാണ്. ഈ സദസ്സിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ക്രമീകരണങ്ങൾ? ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നടക്കാൻ ഇരിക്കുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിൽ പങ്കെടുത്ത ഒരു പരിപാടിയുടെ പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഇതിനിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു നിർദ്ദേശം, ക്രമീകരണങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവിന് പറയാനുണ്ടോ? അതൊക്കെ ചെറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എന്നോട് പറഞ്ഞു, സംസാരിക്കാൻ പറഞ്ഞു, സമയം പോയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം മാറ്റിയതാണ്. അത് ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ സ്റ്റോറിയാണല്ലോ അതെല്ലാം. അതിനേക്കാൾ നല്ല സ്റ്റോറി ഗോവിന്ദ മാഷ ജാഥയിലുണ്ടായല്ലോ. ഒരു പാവപ്പെട്ട വൃദ്ധനായൊരു മനുഷ്യനെ കൊണ്ടുപോയി 2,000 രൂപ കൊടുപ്പിച്ച്, UDF ആയിരുന്നെങ്കിൽ ഇത് കിട്ടൂലായിരുന്നു, നിങ്ങളായതുകൊണ്ടാണ് കിട്ടിയെന്ന് പറയും. എന്നിട്ട് അദ്ദേഹം ബസ് സ്റ്റാൻഡിൽ പോയിരുന്നിട്ട് ഇത് ആ സഖാക്കന്മാർ കൊണ്ടുവന്ന് 2,000 രൂപ വന്നിട്ട് അവന്മാർ പറയിപ്പിച്ചാണെന്ന് ആ പാവം മനുഷ്യൻ പറഞ്ഞു. പിന്നെ കണ്ണൂർ വേറെ നാടകം ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ, ആരോഗ്യമന്ത്രിയുടെ നാടകം. അത്തരം ഒരു നാടകങ്ങളും ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ മീറ്റിങ്ങിൽ നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. മീറ്റിങ്ങിൽ ചില സ്ഥലത്തൊക്കെ ആൾക്കൂട്ടം കൂടുതലുണ്ടായി. UDF വലിയ പ്രസ്ഥാനമാണ്, ഭയങ്കര ആളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആളുകളൊക്കെ ഞങ്ങൾ നിയന്ത്രിച്ച് നല്ല രീതിയിൽ അത് ചെയ്യും. അതിനൊക്കെ അത് ഈ മറ്റു പാർട്ടികളെ പോലെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ മറ്റൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ സ്നേഹപൂർവ്വം പറഞ്ഞ് അതെല്ലാം ചെയ്യും. അല്ലാതെ എന്തൊരു മീറ്റിംഗ് ആയിരുന്നു, എന്തൊരു ആവേശമായിരുന്നു ആ മീറ്റിങ്ങുകൾക്ക് ഉണ്ടായിരുന്നത്. ആവേശം അലതല്ലായിരുന്നു.
അപ്പൊ സമാപന യോഗത്തിൽ എന്തെങ്കിലും സർപ്രൈസ് എലമെന്റ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ തുടക്കമായിട്ടാണ് ഈ പുതുയുഗ യാത്രയുടെ സമാപനം UDF-ഉം കോൺഗ്രസും കാണുന്നത്. പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിക്കുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ജിനുവിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.